സ്പിരിച്വാലിറ്റി കൂടി നമുക്കെങ്ങനെ പണം സമ്പാദിക്കാൻ പറ്റുമോ? ഏകദേശം ഒരു ഭൂരിപക്ഷം ആളുകളും സാമ്പത്തിക പ്രശ്നം മാറാനാണ് സ്പിരിച്വലായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നത്. കടം മാറണം, പ്രശ്നങ്ങൾ മാറണം, കാരണം അവർക്ക് സുഖകരമായി ജീവിക്കണം, അസുഖങ്ങൾ മാറണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാറാനാണ് അവർ ചെയ്യുന്നത്. സാമ്പത്തികം, ആരോഗ്യം, ചുറ്റുപാടുമുള്ള കാറ്, വീട് ഇതൊന്നും ഈശ്വരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. പക്ഷെ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈശ്വരനെ വിളിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണോ എല്ലാ ദിവസവും വളരെ സ്മാർട്ടായിട്ട്, കഠിനാധ്വാനത്തെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല, ആരാണ് ഏറ്റവും സ്മാർട്ടായിട്ട് ലൈഫിൽ ഫോക്കസ്ഡായിട്ട് വർക്ക് ചെയ്യുന്നത്, ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യങ്ങളെല്ലാം വരാൻ തുടങ്ങും. അതിന് ഈശ്വരവിശ്വാസമൊന്നും വേണ്ട. കാരണം എന്താ? ഡെഡിക്കേഷനാണ്. പൂർണ്ണമായിട്ട് മനസ്സ് ശരീരം അർപ്പിച്ചിട്ടാണ് ആ ജോലി ചെയ്തത്. ഈ സൗഭാഗ്യങ്ങൾ വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ അഹങ്കരിക്കരുത്. അങ്ങനെ അഹങ്കരിച്ചവരെല്ലാം താഴെ വീണിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടബാധ്യത മാറാനോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ മാറാനോ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി നിങ്ങളെ സഹായിക്കില്ല. കാരണം ഇത് നിങ്ങളുടെ കഴിഞ്ഞു പോയ നിങ്ങളുടെ കർമ്മവും നിങ്ങളുടെ ഈ പറയുന്ന ബന്ധങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്നുണ്ടാവുന്ന എനർജി വേരിയേഷൻ എല്ലാം കൂടി സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളെല്ലാം. അത് ഒരു സൈഡ്. ഇനി മറ്റ് സൈഡിൽ ചില ആളുകൾ ഇതൊന്നുമില്ല, സമാധാനം കിട്ടാൻ വേണ്ടി സ്പിരിച്വൽ ലൈഫിലോട്ട് കിടക്കുന്നുണ്ട്. സമാധാനവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, രണ്ടും കിട്ടില്ല. കാരണം ഇത് രണ്ടും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സാധനം. ചില ആളുകൾ പറയും, ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് തകർന്ന് തരിപ്പണമായി, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്പിരിച്വാലിറ്റിയിലോട്ട് കടന്ന് പ്രാർത്ഥനയിൽ മുഴുകാൻ പോവാം. ആക്ച്വലി അതൊരു തരം എസ്കേപ്പിങ്ങാണ്. അതായത് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ സ്പിരിച്വലായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ എനിക്കെന്തോ മാറ്റങ്ങൾ വരും, എനിക്കെന്തോ സംഭവിക്കും. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ ഇവിടെയൊക്കെ മരവിച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും. അത്രയേ ഉള്ളൂ. നമുക്കത് അറിയാം എന്താ സംഭവിക്കാൻ പോണെന്ന്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നത് നമ്മൾ അതുവരെ നമ്മളെ ബാധിച്ചിരിക്കുന്ന നമ്മുടെ നെഗറ്റീവായ തോട്ടുകളും നെഗറ്റീവായ ചിന്തകളും നെഗറ്റീവായ എനർജികളും റിലീസ് ചെയ്ത് കളയാൻ നമുക്ക് ഉതകുന്ന ഒരു തരത്തിലുള്ള ടെക്നിക്ക് മാത്രമാണ്. ഒരു ദിശാബോധം, ഒരു വഴി. മനസ്സിനെ ശാന്തമാക്കി നിർത്തുക. ശാന്തമാക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടാസ്കുകളിലൊന്ന്. കാരണം എന്താ? നമുക്ക് നമ്മുടെ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. 1000 കൂട്ടം പ്രശ്നങ്ങൾ, അതിൻ്റെ ഒപ്പം എക്സ്ട്രാ പ്രശ്നങ്ങൾ, ഓരോ ദിവസം പുതിയ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും എന്താ സംഭവിക്കുന്നത്? നമുക്ക് വേണ്ട യഥാർത്ഥ കാര്യം നേടാനോ കണ്ടെത്താനോ നമുക്ക് പറ്റില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വീക്കായി കഴിയുമ്പോൾ നമ്മളിതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ മാത്രം നിങ്ങൾ സ്പിരിച്വാലിറ്റി ഉപയോഗിക്കുക. അതല്ലാതെ നിങ്ങളുടെ അബണ്ടൻസിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വലിയ കാറിനോ പണത്തിനോ പിണങ്ങിപ്പോയ ഭാര്യേനെ കൊണ്ടുവരാനോ മറ്റു പല കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ സ്പിരിച്വാലിറ്റി ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വൽ പോസിറ്റീവായ എനർജി കൊണ്ട് ഇത് സാധ്യമല്ല. നെഗറ്റീവായ എനർജികൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ, എല്ലാ ആളുകളുടെയും പ്രശ്നം ഞാനിനി എന്ത് ചെയ്യണം എന്നുള്ളത്. ചേട്ടാ, ഞാനിനി എന്ത് ചെയ്യണം, എനിക്ക് ആരുമില്ല, ഞാനിനി എങ്ങനെ ജീവിക്കും, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ഒരാൾക്ക് ഓരോ പ്രശ്നങ്ങളാണല്ലോ. എൻ്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല, എനിക്ക് സ്നേഹമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള 1000 കൂട്ടം പ്രശ്നങ്ങളാണ്. മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം. നിങ്ങൾക്ക് എന്ത് പറ്റി? അവരെ നോക്കിയില്ല. അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും അതൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവത്തിലോട്ട് ഇവരെത്തിച്ചു, അല്ലെങ്കിൽ ഇവരെത്തപ്പെട്ടു. അവരെന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്ന വ്യക്തികളായിട്ട് മാറ്റി. നമ്മളെ തന്നെ മാറ്റി. സ്നേഹത്തിന് വേണ്ടി, അറ്റാച്ച്മെൻറ്റിന് വേണ്ടി, കെയറിന് വേണ്ടി എല്ലാവരും മറ്റുള്ളവരുടെ മുന്നിൽ പോയി യാചിക്കേണ്ട അവസ്ഥയിലോട്ട് നമ്മളെത്തി. ഇത്രയും അവസ്ഥയിലൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛമനോഭാവം സ്റ്റാർട്ടാവാൻ തുടങ്ങും. നമുക്ക് എന്ത് സ്പിരിച്വാലിറ്റി, എന്ത് കാര്യത്തിന് നമ്മുടെ ഉള്ളിൽ 2 ബോധം വരാൻ തുടങ്ങും. ഒന്ന് പോസിറ്റീവായത്, ഒന്ന് നെഗറ്റീവായത്. നെഗറ്റീവായതിന് ഭയങ്കര പവറായിരിക്കും. കാരണം എന്താ? നെഗറ്റീവായ അനുഭവങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതായത് നമ്മളൊരു പോസിറ്റീവായൊരു കാര്യം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു പോസിറ്റീവായ കാര്യത്തിൻ്റെ 10-100 നെഗറ്റീവായ സൈഡ് നമുക്കുണ്ടാവും. കാരണം ഇതല്ല അനുഭവങ്ങളാണ്. ഇതേ കാര്യം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുമില്ല, നിങ്ങൾ എത്ര വലിയ കൺഫ്യൂഷൻ ആണെങ്കിലും, നിങ്ങൾ എത്ര വലിയ ടെൻഷനും എത്ര വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണുകൾ അടയ്ക്കുക, എവിടെയെങ്കിലും പോയി ഇരിക്കുക. മെഡിറ്റേഷനും അല്ല, പ്രാർത്ഥനയും അല്ല ഞാൻ പറയുന്നത്, രണ്ടുമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം എപ്പോഴാണോ നമ്മൾ
പൂർണ്ണമായിട്ടും റിലാക്സേഷൻ കൊടുക്കുന്നത്, ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോൺസിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഒന്നും വേണ്ട, നിങ്ങളൊന്നും ചെയ്യരുത്. പ്രാർത്ഥിക്കാൻ പറയുമ്പോഴാണ് പ്രശ്നം. കാരണം ഇത്രയും നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. മെഡിറ്റേഷൻ ചെയ്യാൻ പറയുമ്പോൾ പറ്റില്ല. ഒരാൾ ഡിസ്റ്റർബ് ആണെങ്കിൽ ആൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാലും ആ വ്യക്തിയുടെ തലയിലോട്ട് ഇതൊന്നും കയറണം എന്നില്ല. ഡിസ്റ്റർബായിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. ഒന്നും ചെയ്യേണ്ട. നിങ്ങളൊരു 10-20 ദിവസം ഡെയിലി 2 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് വെറുതെ ഇരുത്താം. ഒന്നും വേണ്ട. മുറ്റത്തോ ടെറസിൻ്റെ മുകളിലോ ആകാശം നോക്കിയോ രാവിലെയോ വെറുതെ ഇങ്ങനെ ഇരിക്കുക. 28 ദിവസം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ശരീരം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരീരം പാനിക്കാവാൻ തുടങ്ങി. അതായത് ഓടുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, മദ്യപിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മരിക്കാനുള്ള തോട്ട്സ് വരുന്നു, അങ്ങനെ മതി എന്ന് വേണ്ട. നമുക്ക് നമ്മുടെ മുന്നിൽ എന്തൊക്കെയാണോ നമുക്കുള്ളത് ഇതെല്ലാം ചെയ്യാനുള്ളൊരു ടെൻഡൻസി വെപ്രാളം നമുക്ക് വരാൻ തുടങ്ങി. ഇനി ചില ആളുകളാണെങ്കിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ഓരോരാൾക്ക് ഓരോ രീതിയായിരിക്കും. അങ്ങനെയല്ല, നിങ്ങൾ വെറുതെ ഇരിക്കുക, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എന്ത് പറ്റി 100 വട്ടം ചോദിക്കുക, ഉത്തരം കിട്ടില്ല. 1000 വട്ടം ചോദിക്കുക, ഉത്തരം കിട്ടില്ല. കാരണം എന്താ? നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് പറ്റാനാണ്? നമുക്കതിന് പറ്റിയെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. നമുക്കതിന് പറ്റിയെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സ്പേസും ഉണ്ട്. നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള എല്ലാ മാർഗവും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നട്ടെല്ല് പൊട്ടി തളർന്ന് കിടക്കുന്നവനാണെങ്കിൽ ശരിയാണ്, ഞാൻ പറയും ഇനി വേറെ വഴികളില്ല. അതല്ലാതെ ഒരു അംഗവൈകല്യം സംഭവിച്ചെന്നോ അതല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര നെഗറ്റീവ് ആണെന്ന് എനിക്ക് നടക്കാം, ഇതെല്ലാം നമ്മുടെ തോന്നലായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, മുന്നോട്ട് പോവുക. വേറെ ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. ഞാൻ പറയുന്നത് ഇത് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. പക്ഷേ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരൊക്കെയോ നമ്മളെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. കഴിവില്ലെന്നോ കഴിവുണ്ടെന്നോ സ്നേഹം നമുക്ക് സ്നേഹമുണ്ടെന്നോ നമ്മളോട് സ്നേഹമാണെന്നോ അല്ലെങ്കിൽ തുടങ്ങിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് മനുഷ്യർ. ഈ മാനിപ്പുലേഷനിൽ നമ്മൾ നിൽക്കുന്നത്, നമ്മൾ പിന്നെ ഒരു ജോലി സ്ഥലത്ത് പോയാൽ നമുക്ക് ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ സഹായിക്കാൻ വേറെ ആരും വരില്ല. നമ്മൾ തന്നെ ഇത് മറികടക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിൻ്റെ ഇൻറ്റൻസിറ്റി തീരുമാനിക്കുക നമ്മളാണ്. ആ പ്രശ്നം വലുതാണോ ചെറുതാണോ എന്ന് നമ്മൾ തീരുമാനിക്കൊടുത്ത പ്രശ്നം അവസാനിക്കും. ഇനി നമ്മൾ തീരുമാനിക്കണം അതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ല. അമേരിക്ക അണുബോംബ് ഇട്ടു, ഒരുപാട് മനുഷ്യർ മരിച്ചു. അമേരിക്കയെ സംബന്ധിച്ചിട്ട് അതൊരു പ്രശ്നമല്ല. ഞാൻ ആലോചിച്ച് നോക്കൂ, ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ച ഒരു ബോംബ് ഇട്ട അമേരിക്കയ്ക്ക് അതൊരു പ്രശ്നമല്ല. ഇന്ന് നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ച ഒരു വിഷയം നമുക്ക് പ്രശ്നമാണ്. ഇതെങ്ങനെയാണ്? ഇത് കൺസെപ്റ്റിൻ്റെ പ്രശ്നമാണത്. മോശമായി കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ എപ്പോഴും അവർ ചെയ്യുന്നത് തെറ്റല്ല എന്ന് അവർ പറയുള്ളൂ. നമ്മളത് അവരത് ശരിയാണെന്ന് നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 കോൺഫ്ലിക്റ്റ് തമ്മിൽ ബന്ധപ്പെട്ടില്ല. നമ്മൾ ഇതും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരതും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കും. ഈ തർക്കത്തിലൂടെ മുന്നോട്ട് പോകും. വേറെ ഒന്നുമില്ല. ഏറ്റവും ശാന്തമായിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങളുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക. വേറെ ഒന്നും ചെയ്യണ്ട. അതാണ് സൊല്യൂഷൻ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ബോധത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ക്ലാരിറ്റി വരുത്തിയാൽ മാത്രം മതി. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്, ഇന്ന കാര്യം കൊണ്ട് ഈ വിഷയങ്ങൾ എനിക്ക് ചുറ്റും സംഭവിക്കുന്നു, എനിക്ക് സപ്പോർട്ട് ഇല്ലാണ്ടാവുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു, എനിക്ക് സാമ്പത്തികമായ ഇഷ്യൂസ് വരുന്നു, മറ്റ് പ്രശ്നങ്ങൾ വരുന്നു. എന്തുകൊണ്ട്? ഞാൻ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട്. ഓക്കെ, വീക്കായ മനുഷ്യരെ കൂടെ നിർത്തി പിന്നെ ചവിട്ടി കൂട്ടാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഏറ്റവും വീക്കായിട്ടുള്ള, ഏറ്റവും ബലഹീനരായിട്ടുള്ള മനുഷ്യരെ എപ്പോഴും ചവിട്ടി കൂട്ടാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ക്യാരക്ടറോട് നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. വേറെ ഒന്നുമില്ല. ഏറ്റവും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാം. നമ്മുടെ ചുറ്റും എന്താണ് നടക്കണമെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെ മുതൽ നമുക്ക് ഉത്തരം കിട്ടാൻ തുടങ്ങും. അവിടെ മുതലേ ഉത്തരം കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ചുറ്റും എന്താണ് നടക്കണമെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ച് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ എങ്ങനെയത് പറഞ്ഞു കൊടുക്കുന്നത്? അത് അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന്. അവരത് ഓക്കെ, ഇന്ന പ്രശ്നമാണ് ചേട്ടാ എൻ്റെ ലൈഫിൽ, അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാം. പ്രശ്നം അറിയേണ്ടത് അവരാണ്, സൊല്യൂഷൻ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നത് അവരാണ്. അതായത് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു, യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടാലും അവിടെ ഇത് കണ്ട ഇത് കണ്ടു, ഇതൊന്നും നമുക്ക് സൂട്ടാവണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ സമാധാനമായിട്ട് ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട. ഏറ്റവും സമാധാനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ എന്തെങ്കിലും ഒരു ഡിപ്രഷനോ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, 10 മിനിറ്റെങ്കിലും നിശബ്ദമായി ഇരുന്നതിന് ശേഷം മാത്രം ആ വിഷയത്തെ പ്രതികരിക്കുക.
സ്നേഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും സ്നേഹിക്കാൻ പോകുന്നതിന് മുമ്പും ദ്രോഹിക്കാൻ പോകുന്നതിന് മുമ്പും സങ്കടപ്പെടുന്നതിന് മുമ്പും ജസ്റ്റ് 10 മിനിറ്റ് ആലോചിക്കുക, ഞാൻ ഈ കാര്യം ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. കാരണം ഈ 3 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഡാമേജ് ചെറുതായിരിക്കില്ല. കരച്ചിൽ, സങ്കടങ്ങൾ, സ്നേഹം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അന്നത്തെ ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഇമോഷനാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് 10 മിനിറ്റ് എടുത്ത് ആലോചിക്കുക, അത്രേ ഉള്ളൂ.